നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരുപാട് സഹനം വരുമ്പോൾ നീ എങ്ങനെ പെരുമാറുന്നു? അപ്പോൾ ഞാൻ പറയാം, നീ യേശുവിനെ സ്വന്തമാക്കിയിട്ടുണ്ടോ ഇല്ലെന്ന്. ഇപ്പൊ സഭയ്ക്കെതിരെ ആളുകൾ ഭയങ്കരമായി പെരുവെറുപ്പ്, മെത്രാന്മാർക്കെതിരെ, അച്ഛന്മാർക്കെതിരെ, മാർപ്പാപ്പയ്ക്കെതിരെ, വിശ്വാസത്തിനെതിരെ, ദൈവത്തിനെതിരെ ഒക്കെ പറയുമ്പോൾ അപ്പോഴാണ് നിന്റെ വിശ്വാസം അവിടെ നിൽക്കുന്നു. അപ്പൊ പറയാം, നിനക്ക് ഈശോ ഉണ്ടോ? ഞാൻ പറയാം, ചിലർക്ക് ഇത് ധ്യാനത്തിലൊന്നും എനിക്ക് എഴുതി തരുമോട് ജീവിതം 10 പ്രമാണങ്ങൾ എഴുതി ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ 1ഉം 6ഉം പ്രമാണം ഏറ്റവും കൂടുതൽ പ്രശ്നം. അപ്പൊ ഞാൻ എന്നും പള്ളിയിൽ പോകുന്ന ഇവരെങ്കിൽ ഈ 2 പ്രമാണം ലംഘിക്കുന്നത്. How can he commit that sin if he has that personal relationship with Jesus of Nazareth? Hallelujah. Hallelujah. ഈശോ നിന്റെ മക്കൾക്ക് ഈശോ ഉണ്ടോ? കഴുത്തേൽ രൂപയിട്ട് വിദേശ രാജ്യത്തിന് എല്ലാവരുടെയും കഴുത്തേലും കുരിശ് രൂപം ചോദിക്കുമ്പോ പറയും അങ്ങനെ കാണിക്കാൻ വേണ്ടി കാണിക്കും എല്ലാം നോക്കും. പക്ഷെ ആ അത്യാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയണ ആ കുരിശ് നോക്കി ചുമ്മാ വെച്ചിരിക്കുകയാണ്. ഒരു പരിപാടിയായിട്ട് ഒന്നും അറിയത്തില്ല. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ വിളിക്കുന്ന നിങ്ങളോട്, ദുബായിലുള്ള അനേക വർഷം ഇവിടെ ജീവിച്ച് ജനിച്ചു വളർന്നവരുണ്ട്, ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ട്, ഇവിടെ കഷ്ടപ്പെടുന്നവരുണ്ട്. ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ, ഭൗതിക നന്മകൾ തന്നവരൊക്കെ ഉണ്ട്. എല്ലാവരോടും ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിനക്ക് ഈശോ ഉണ്ട്? നിനക്ക് ബാക്കിയെല്ലാം ഉണ്ട്. I agree, completely agree with that. But I have a question. നിനക്ക് ഈശോ ഉണ്ടോ? അതേ നിന്നോട് ചോദിക്കണം, എനിക്ക് ഉത്തരം കേട്ടോ. I don't want your answer, but you have to ask yourself. ഇല്ലെങ്കിൽ നീ അവിടെ നിൽക്കുന്നു. You are a big zero. I'm a big zero. Is it? Yes or no? Praise the Lord. രണ്ടുപേരുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റവിളി യേശുവേ എന്ന് വിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഈശോനെ പറഞ്ഞു. ഈശോ എന്തുകൊണ്ട് 2 പ്രാവശ്യം മാത്രമേ ഈശോ ഈ 5 അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം ചെയ്യുന്നു? പിന്നെ ചെയ്യുന്നില്ല. കാരണം ഇവർ ഈശോയെ പോലും ശരി അവരുടെ പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കും, പക്ഷേ അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. മനുഷ്യ ലാസറിനെ ഉയർപ്പിച്ച പ്രശ്നം തീരത്തില്ല. കാരണം വീണ്ടും ഈ ലാസർ മരിക്കും. ഭൗതികമായതെല്ലാം നശിക്കുന്നതാണ്, ലോകത്തുള്ളതെല്ലാം തകർന്നു പോകുന്നതാണ്, നേട്ടങ്ങളെല്ലാം തീർന്നു പോകുന്നതാണ്. ഞാൻ ആ നാളുകളിൽ ഞാൻ ടർക്കി പോയെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെന്നിട്ട് ഒരു 30 ദിവസം ആകുന്നില്ല. അപ്പോഴാണ് ടർക്കി ബോർഡർ വലിയൊരു ഭൂകമ്പം ഉണ്ടായിരുന്നു. സിറിയയുടെ ഭാഗവും അലപ്പോ എന്ന സ്ഥലവും ഞാൻ ഈ പോയ സ്ഥലങ്ങളിൽ ഈ അന്ത്യോക്ക് എന്ന സ്ഥലങ്ങളൊക്കെ എന്റെ സ്നേഹിതരെ അച്ഛന്മാരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു. നമ്മുടെ കപ്പച്ചൻ ഫാദേഴ്സ് ജോലി നഷ്ടപ്പെട്ടെന്ന് വരാം. നമ്മുടെ ആരോഗ്യം വേണ്ട നിമിഷം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. ചെറിയൊരു എതിരെ നമ്മൾ വണ്ടി ഉറങ്ങിപ്പോയാൽ മതി, അല്ല എതിരെ വരുന്ന ഉറങ്ങിപ്പോയാൽ മതി. ഒരു നിമിഷം കൊണ്ട് ഇവിടെ എന്ത് വേണം സംഭവിക്കാം. ലോകത്തിൽ നാം ഇതെല്ലാം നഷ്ടപ്പെടുന്നത്, ഇതെല്ലാം നമ്മൾ സുരക്ഷിതത്തിൽ ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? എല്ലാത്തിനും വരും. ലോകമാണെന്ന് പ്രകൃതി, നേച്ചർ എങ്ങനെയാണ്. പിന്നെ പിശാചിന്റെ പ്രവർത്തനം കൂടെ ലോകത്തുണ്ട്. എന്തും എവിടെ വെച്ചും ആർക്കും സംഭവിക്കാം. എപ്പോഴും ആകെ നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഈ ദൈവത്തെ ഈശോയെ സ്വന്തമാക്കിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ നഷ്ടങ്ങളുടെ മുമ്പിൽ നമ്മുടെ ജീവിതം തകർന്നു എന്ന് പറയും. നമ്മൾ വഴിമാറി ചിന്തിക്കും, നമ്മുടെ ജീവിതം നശിപ്പിച്ചെന്ന് വരും. വലിയ